ലേഖന വിവാദത്തിൽ ദേശാഭിമാനിയിൽ നടപടി. വാരാന്ത്യ പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്നും KR അജയനെ മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും നിർണായകമായ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏറെ ചർച്ചകളായ ദേശാഭിമാനിയിലായ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ ഒരു നടപടി ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, KR അജയനെതിരെ നടപടി ഉണ്ടാകുമെന്നത് ഉറപ്പായിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആ നടപടി ഉണ്ടായിരിക്കുകയാണ്, നടപടി എടുത്തിരിക്കുകയാണ് ദേശാഭിമാനിയും അതോടൊപ്പം തന്നെ CPM നേതൃത്വം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. KR അജയനെ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. പകരം ചുമതല മറ്റൊരാൾക്ക് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അജയനെ മാറ്റിയത്. അജയനെതിരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അജയന്റെ ഓഫീസ് ഇന്ന് പൂട്ടിയിരുന്നു. ഓഫീസ് പൂട്ടി അജയൻ ഇന്ന് ഓഫീസിൽ എത്തിയപ്പോൾ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. ഓഫീസിലെ മുറി, അജയന്റെ മുറി പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. തുടർന്ന് അദ്ദേഹം അവിടുന്ന് ഓഫീസിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തിരുന്നു. ഈ ലേഖനം, വിവാദ ലേഖനം പുറത്തു വന്നതിന് പിന്നിൽ, അതിൻ്റെ ഉള്ളടക്കമടക്കം പുറത്തു വരികയും മാധ്യമങ്ങളിൽ ചർച്ചയാകുകയും ചെയ്തതിന് പിന്നിൽ അജയനാണ് എന്നാണ് ഇപ്പോൾ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ദേശാഭിമാനിയും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ്. ഇത്തരത്തിൽ ഇതിനാലാണ് ഈ അജയനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ ഒരു വിശദീകരണ നോട്ടീസ് അജയനോട് ചോദിച്ചിരുന്നു, ഇത് എങ്ങനെയാണ് പുറത്തായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിശദീകരണം നൽകിയെങ്കിൽ പോലും തൻ്റെ ഭാഗത്ത് നിന്നും യാതൊരുവിധ വീഴ്ചകളും സംഭവിച്ചില്ല എന്നായിരുന്നു അജയൻ മറുപടിയായി നൽകിയത്. എന്നാൽ ഈ മറുപടി CPM നേതൃത്വവും അതോടൊപ്പം തന്നെ ദേശാഭിമാനിയും നിലവിൽ വിശ്വസിച്ചില്ല. ഇതിനെ തുടർന്നുള്ള നടപടികളിലേക്ക് പോയത്. ആദ്യം ഇന്നു മുതൽ തന്നെ, രാവിലെ മുതൽ തന്നെ അതിൻ്റെ നടപടികളുടെ ഓരോരോ ഘട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ നീക്കം ചെയ്തിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക്, കൂടുതൽ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. എന്തായാലും വലിയ നാണക്കേടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ലേഖന വിവാദവുമായി ഉണ്ടാക്കിയത്. കള്ളൻ വിജയൻ എന്ന പേരിലൊരു ലേഖനം CPM-ൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ലേഖനം ഇത്തരത്തിൽ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കാൻ ഉള്ള സാഹചര്യമുണ്ടായി. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് VS അച്യുതാനന്ദൻ്റെ അടക്കമുള്ള സ്മരണ ലേഖനങ്ങളടക്കം ഉൾക്കൊള്ളിച്ച വാരാന്ത്യ പതിപ്പ് പിൻവലിക്കേണ്ട സാഹചര്യമൊക്കെ ദേശാഭിമാനിക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ദേശാഭിമാനി ഒരു കുറിപ്പ്, അതായത് ഇത്തരത്തിൽ വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല, അത് ചില സാങ്കേതിക കാരണങ്ങളാണ് അടക്കമുള്ള കുറിപ്പ് പത്രത്തിൽ പറഞ്ഞെങ്കിൽ പോലും തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയും ഈ കള്ളൻ വിജയൻ എന്ന ലേഖനമാണ് ഈ വാരാന്ത്യ പതിപ്പ് തന്നെ പിൻവലിക്കാനുള്ള കാരണത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിൻ്റെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്ററുടെ സസ്പെൻഷൻ, അതായത് പുറത്താക്കലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ നിലവിൽ ചുമതലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് ദേശാഭിമാനിയും CPM നേതൃത്വം കടക്കുന്നു. നേരത്തെ വിശദീകരണമൊക്കെ ചോദിച്ചെങ്കിൽ പോലും CPM നേതൃത്വം അജയൻ്റെ വിശദീകരണങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല അജയൻ്റെ കമ്പ്യൂട്ടറുകളടക്കം പരിശോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ ലേഖനത്തിൻ്റെ അടക്കം അതോടൊപ്പം തന്നെ ഉള്ളടക്കമെല്ലാം പുറത്തു വന്നതിൻ്റെ സാഹചര്യം. എന്തായാലും ഒടുവിലൊരു നടപടി ഉണ്ടാകുകയാണ്. ദേശാഭിമാനിയിലെ ലേഖന വിവാദത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.